പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +1 ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിർദ്ദേശം കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായി തുടങ്ങാം. +1 അലോട്ട്മെന്റിന്റെ ഒരുപാട് വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ അലോട്ട്മെന്റായി ലഭിച്ചവർ തങ്ങൾ ഇഷ്ടപ്പെട്ടെടുത്ത ഫസ്റ്റ് ഓപ്ഷനായി വെച്ച സ്കൂളും കോഴ്സും കിട്ടിയവർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷ ഉടൻ ആരംഭിക്കും. ഇപ്പം ഇന്നലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു. അപ്പം ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അപേക്ഷ ഉടൻ തന്നെ ഉണ്ടാവും. ഒരു ജൂലൈ മാസം അവസാനത്തോട് ഇപ്പോൾ ജൂലൈ മാസം 20 അപ്പം ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു. അപ്പം പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും ഉണ്ടാകും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാനുണ്ട്. സാധാരണ വർഷങ്ങളിൽ 2 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് സംഘടിപ്പിക്കാറ്. 2 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് മുൻ വർഷങ്ങളിലൊക്കെ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുന്നത്. ഒന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ്, 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്, ഈ വർഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണല്ലോ ആദ്യം വിളിച്ചത്, എന്താ ട്രാൻസ്ഫർ വിളിക്കാതിരുന്നത്? കാരണം നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് HSCAP പൊതുവിദ്യാഭ്യാസ വകുപ്പ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കഴിഞ്ഞും മുൻതൂക്കം കൊടുക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനാണ്. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നതിനെ കഴിഞ്ഞും ചുമതല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്താനാണ്. അതിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. കാരണം ഇപ്പോൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താണ്, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ വിഷയങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട വിഷയങ്ങളായിരിക്കാം, മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ്, ഒരു സ്കൂളിൽ പ്രവേശനം നേടിയവരാണ്, ഒരു കോഴ്സിൽ നിങ്ങൾ പ്രവേശനം നേടിയവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ, പോയില്ലേ ശരിയാവൂല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടി, എന്നാൽ അഡ്മിഷൻ കിട്ടാത്ത കുറേ കുട്ടികൾ ഇപ്പോഴും പുറത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു, ഇനി 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. ഈ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും ഒരു സ്കൂളിലും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അതായത് നിങ്ങളെ പോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായി, നിങ്ങൾക്ക് പ്രവേശനം കിട്ടി, നിങ്ങൾ പാസ്സായ അതേ സമയത്ത് പാസ്സായ കുട്ടികളാണ്. എന്നിട്ട് നിങ്ങൾക്ക് പ്രവേശനം കിട്ടി, പ്രവേശനം കിട്ടാത്തവരിപ്പോഴും ഇപ്പം നിങ്ങളുടെയൊക്കെ ക്ലാസ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞു, അവർക്കിതുവരെ പ്രവേശനം പോലും, ഒരു സ്കൂളിൽ അഡ്മിഷൻ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ, മുൻ വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തിയതിന് ശേഷമായിരുന്നു, ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തിയതിന് ശേഷമായിരുന്നു ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുന്നത്. പക്ഷേ ഇത്തവണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആദ്യം വന്നതിന് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഇപ്പം ഈ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നൊരു ചോദ്യം വരുമ്പം എങ്ങനെയാണ്, മുൻ വർഷങ്ങളിൽ ഞാൻ പറഞ്ഞു 2 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പും, മറ്റൊന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും. അപ്പം ഈ മുൻ വർഷങ്ങളിലെ ഒരു ഗതി നമ്മൾ പറയുകയാണെങ്കിൽ, സർക്കുലർ വന്നു കഴിയുമ്പോൾ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് സർക്കുലർ വന്നു കഴിയുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയും. പക്ഷേ മുൻ വർഷങ്ങളിലെ അനുഭവം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ്ട് അതേ പ്രൊസീജിയർ തന്നെ ആയിരിക്കണം. അപ്പം ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻ വർഷങ്ങളിൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച കുട്ടികൾക്ക് ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻപ് നടത്തുന്ന ട്രാൻസ്ഫറിൽ മുൻ വർഷങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു കുട്ടിക്ക്
വിദ്യാർത്ഥിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മുൻ വർഷങ്ങളിൽ നടത്തുന്ന ട്രാൻസ്ഫറിൽ ആർക്ക് പങ്കെടുക്കാൻ പറ്റും? ഒന്നാം ഓപ്ഷൻ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ലഭിച്ച 1, 2, 3, 4, 5 ഏത് ഓപ്ഷൻ ലഭിച്ചവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും. ഒന്നാമത്തെ സപ്ലിമെൻ്ററി ഒന്നാമത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം എന്താണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻപായിട്ട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല. സാധാരണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ട്രാൻസ്ഫർ വിളിക്കുന്നതായിരുന്നു, പക്ഷേ ഈ വർഷം അത് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. കാരണം മുൻ വർഷങ്ങളിൽ 2 ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഈ വർഷം ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കാനേ സാധ്യതയുള്ളൂ. കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയണം, അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷനും ഉണ്ട്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി ഈ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരെ പരിഗണിക്കാൻ വേണ്ടി സ്പോട്ട് അഡ്മിഷൻ നടത്താറുണ്ട്. അത് എങ്ങനെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ HSCAPൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ്, നിങ്ങൾ എങ്ങനെയാണോ ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ തവണ ഫില്ല് ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും സർക്കുലർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂ. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഈ വീഡിയോയിൽ പറയുന്ന ഒരു 90% പ്രൊസീജിയറും കറക്റ്റ് തന്നെയായിരിക്കും. സർക്കുലർ വന്നാൽ ഒരു 10% മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. സർക്കുലർ വന്നു കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പുതിയ കാണുന്ന